Good afternoon. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ഓക്കെ, അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രയർ ചെയ്യാൻ ആരുമില്ലേ? ജോഫി, പ്രയർ ചെയ്യാവോ? Ma'am, ഞാൻ പറയട്ടെ. ഹലോ, സംഗീത. ഞാൻ പറയട്ടെ മാം. പറഞ്ഞോളൂ. സംഗീത പറഞ്ഞോളൂ. ഒരു സരസ്വതി സ്തുതിയാണ് മാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. താങ്ക് യു മാം. സൈൻ ചെയ്യുന്നുണ്ടോ? സ്റ്റുഡൻസ് കുറവാണോ കയറുന്ന ക്ലാസ്സില്? കുറവാണെന്ന് തോന്നുന്നു. ആരും കാണില്ല. 8 പേരെ ഓർത്തിട്ടുള്ളൂ. വരുന്നേ ഉള്ളായിരിക്കും. എന്താ? എല്ലാവരും ലോഗിൻ ചെയ്യണേ ഉണ്ടാവുള്ളൂ. ഞാൻ വേണമെങ്കിൽ സൈൻ പറഞ്ഞു. ജോഫി സൈൻ ഇൻ ചെയ്തോളൂ. കേൾക്കാമോ? കേൾക്കാം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. സൈൻ ജോഫി. എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്? ആക്ടിവിറ്റി സ്കൂളിന്റെ പിക്ചർ വരയ്ക്കാനും പിന്നെ ഒരു സ്റ്റോറി എഴുതാനും പറഞ്ഞിട്ടായിരുന്നു ഡിസ്പ്ലേനെ കുറിച്ച്. അത് കഴിഞ്ഞ ക്ലാസ്സിലാണോ തോന്നുന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചു പേരല്ലേ കാണിച്ചുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരോട് ഇന്ന് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞായിരുന്നു. സംഗീത ചെയ്തായിരുന്നോ? ഞാൻ ചെയ്തു, കാണിച്ചു തന്നായിരുന്നു. ചിലര് ഡ്രോയിങ് ചെയ്തില്ലായിരുന്നു. അവരോട് കാണിക്കാൻ പറഞ്ഞാലും ചിലര് ചെയ്തില്ലായിരുന്നു. അതെ അതെ. ആരെങ്കിലും ഡ്രോയിങ് കാണിക്കാനുണ്ടോ? പിന്നെ സ്റ്റോറി എനിവൺ? മിസ്സേ, ഞാൻ സ്റ്റോറി എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ. നന്നാവൊന്നും അറിയില്ല മിസ്, ആദ്യമായിട്ട് എഴുതുക. കേൾക്കുന്നില്ല മിസ്സേ?
കേൾക്കുന്നുണ്ട്. തിരിച്ചറിവ്. ഒരു കാട്ടിൽ ഒരു കുരങ്ങു കുടുംബം ഉണ്ടായിരുന്നു. കുരങ്ങമ്മയും കുരങ്ങച്ചനും കൂടെ ഒരു കുട്ടിക്കുരങ്ങനും ആയിരുന്നു അവർ. കുട്ടിക്കുരങ്ങന്റെ പേരാണ് ചന്തു. ചന്തു മഹാവികൃതിയായിരുന്നു. എല്ലാവരെയും ഉപദ്രവിക്കുന്നത് അവന്റെ ഒരു വിനോദമായിരുന്നു. കാട്ടിലെ എല്ലാവർക്കും ചന്തുവിനെ കുറിച്ച് പരാതി പറയാനേ നേരമുണ്ടായിരുന്നുള്ളൂ. ചന്തുവിന്റെ ഈ വികൃതി തരങ്ങൾ കുരങ്ങച്ചനെയും അമ്മയെയും വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. അവർ ഇനി എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചിരിപ്പായി. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവും. ചന്തുവിനെ നന്നാക്കാതെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. അപ്പോഴാണ് അമ്മയ്ക്ക് തന്റെ സഹോദരിയെ കുറിച്ച് ഓർമ്മ വന്നത്. ചിത്തു എന്നായിരുന്നു അവരുടെ പേര്. ചിത്തുവിനെ എന്നെ സഹായിക്കാൻ കഴിയുമായിരിക്കും. അച്ഛനും ആ അഭിപ്രായത്തോട് യോജിച്ചു. അമ്മ തന്റെ സഹോദരിയെ വിളിച്ച് തന്റെ വിഷമം പറഞ്ഞു. എനിക്ക് ചേച്ചിയുടെ വിഷമം മനസ്സിലായി. ഞാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്താം. ചിത്തു പറഞ്ഞു. ഞാൻ ചന്തുവിനെ കുറച്ചു ദിവസത്തേക്ക് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ. അമ്മ സമ്മതം മൂളി. ചന്തുവിനും സന്തോഷമായിരുന്നു. കാരണം അവന് പുറത്തു പോകാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ ചിത്തുവിന്റെ വീട്ടിലെത്തി. ചന്തു അവിടെ വേറെ കുറെ കുട്ടിക്കുരങ്ങന്മാരെ കണ്ടു. അവൻ അവരോട് കളിക്കാൻ തോന്നി. എന്നാൽ അവനെ വികൃതി കാട്ടാനല്ലാതെ സമാധാനപരമായി കളിക്കാൻ അറിയില്ലായിരുന്നു. അവൻ മറ്റുള്ളവരോട് തല്ലുപിടിക്കാൻ പോയി. അതുകൊണ്ട് തന്നെ ആരും അവനെ കൂടെ കൂട്ടിയില്ല. അവനത് ഒരുപാട് വിഷമമായി. അവൻ എല്ലാവരെയും ശ്രദ്ധിച്ചു. അവർ പരസ്പരം കളിച്ചു നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരും പരസ്പരം ഉപദ്രവിക്കുന്നില്ല. കൂടാതെ എല്ലാവരും അവരുടെ അച്ഛനമ്മമാർ പറഞ്ഞത് അനുസരിക്കുകയും ഒപ്പം തന്നെ അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കാട്ടിലെ എല്ലാവർക്കും അവർ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്കെല്ലാം അവരെ ഒരുപാട് ഇഷ്ടമാണ്. ചന്തു തന്നെ കുറിച്ച് ചിന്തിച്ചു. കാട്ടും തന്നോട് ദേഷ്യമാണ്. എല്ലാവരും എപ്പോഴും അച്ഛനും അമ്മയോടും പരാതി പറയുന്നത് താൻ കണ്ടിട്ടുണ്ട്. അവര് സങ്കടപ്പെട്ടിരിക്കുന്നതും താൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അധികം ശ്രദ്ധ കൊടുത്തിരുന്നില്ല. അവർ പറയുന്നത് അനുസരിച്ചിരുന്നുമില്ല. എന്നാൽ ഇവിടെയുള്ള എല്ലാ അച്ഛനമ്മമാരും സന്തോഷവാന്മാരാണ്. ചന്തുവിന് തന്റെ തെറ്റ് മനസ്സിലായി. അവൻ അവരോടെല്ലാം സോറി പറഞ്ഞ് സുഹൃത്തുക്കളായി. അവൻ തിരിച്ചു ചെന്ന് തന്റെ അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിച്ചു. കാട്ടിലെ എല്ലാവരോടും അവൻ ക്ഷമ പറഞ്ഞ് അവരെ തന്നാലാവും വിധം സഹായിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ചന്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി. അവന്റെ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷമായിരിക്കാൻ തുടങ്ങി. അവർ തന്റെ സഹോദരിയോട് നന്ദി പറഞ്ഞു. എന്നാൽ സഹോദരി പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തതല്ല. അവൻ തന്നെ തിരിച്ചറിഞ്ഞതാണ് അവന്റെ തെറ്റുകൾ. ചന്തുവിന് ഇപ്പോൾ മനസ്സിലായി, നല്ല ശീലങ്ങൾ ഉള്ളവരെ എല്ലാവരും അംഗീകരിക്കും. അവൻ ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവൻ ഇന്ന് ഒരുപാട് സന്തോഷമായിരിക്കുന്നുണ്ട്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഉണ്ടല്ലോ മിസ്സേ, നമ്മള് ആദ്യമായിട്ട് വരുന്ന കുട്ടികള് അവരുടെ ഇതായിരിക്കും കാണിക്കുക. പിന്നെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും ആ ഒരു മെത്തേഡിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു ബേസിൽ എഴുതിയതായിരുന്നു. ശരി. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? ഓഫീസ് മാനേജ്മെന്റ് ഏത് പാരഗ്രാഫ് ആയിരുന്നു? ലാസ്റ്റ് പാരഗ്രാഫ് ടീച്ചേഴ്സ് ആർ ഓൾസോ ഗിവൻ മാം, ഞാന് തിങ്കളാഴ്ച തൊട്ട് കാണത്തില്ല. ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് 2 weeks. എന്താണ് ജോഫി? എനിക്ക് മനസ്സിലായില്ല. ഞാൻ 2 weeks ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. 2 weeks ട്രെയിനിങ്ങിന് പോകുന്നത് ഇവിടെ അടുത്തൊരു സ്കൂളിലാണ്. ലോർഡ് മാത. നന്നായി വരട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ ഇവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾക്ക് എടുത്തു തുടങ്ങിയല്ലേ ഷംസ്? സ്റ്റാർട്ട് ചെയ്ത് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞോളൂ. പിന്നെ ഇന്നലെ പ്രാക്ടിക്കൽ ഒക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം പ്രാക്ടിക്കൽ ആയിരുന്നു. 2 ദിവസം പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? 2 ദിവസം. ആരൊക്കെയാണ് പ്രാക്ടിക്കൽ വരാന്ന് വിചാരിക്കുന്നു. ഇനി ആ സമയം കൊച്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായ ചിലപ്പോ കാണത്തില്ല. വരണം വിചാരിക്കുന്നു. അല്ലേ? വിചാരിക്കുന്നു.
ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ വരാന്ന് വിചാരിച്ചിട്ടാണ്. റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. മാം കാണോ? മാമും കാണോ? ഞാന് 7th-നല്ലേ? സംശയമുണ്ട്, ഡൗട്ട് ഉണ്ട്, കാണുമെന്ന് നോക്കാം നമുക്ക്. എനിക്കൊന്നൊരു എക്സാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടിട്ടില്ലല്ലോ. എന്താ കണ്ടിട്ടില്ലല്ലോ, ആരെയും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. നോക്കാം. ചിലപ്പോ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം വരുന്നത്. അപ്പോ രാവിലെ ചിലപ്പോ ഉണ്ടാവും. പിന്നെ കോൺവെക്കേഷനും ഉണ്ട്, മറ്റ് സ്റ്റുഡൻസിന്റെ കോൺവെക്കേഷൻ ഉണ്ട്. അപ്പൊ ചിലപ്പോ വരും, നോക്കാം. നിങ്ങളെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കും അതുപോലെ തന്നെ ആഗ്രഹമുണ്ട്. എല്ലാവരും ഫോണിലൂടെ മാത്രം കണ്ടതല്ലേ. ഞങ്ങളും പരസ്പരം ഫോണിലും മറ്റുമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. മാം നോക്ക്, മാക്സിമം വരാൻ പറ്റുകയാണെങ്കിൽ കണ്ടാൽ വലിയ ഒരു സന്തോഷായി. ഞാൻ വരാൻ നോക്കാം. എന്തായാലും നിങ്ങൾ പറഞ്ഞതല്ലേ, എന്തായാലും വരാം. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് എക്സാമിന് പോകാം. നിങ്ങളെ കണ്ടതിന് ശേഷം എക്സാമിന് പോവാം. ഓക്കെ, എന്തായാലും വരും, പേടിക്കണ്ട. ഓക്കെ. ജിഷ മാം എന്തായാലും ഉണ്ടാകും. പ്രാക്ടിക്കൽ ക്ലാസ് തരുന്നത് മിസ്സാണ് മെയിൻ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ കൂടെ ഒരു മിസ്സും കൂടി ഉണ്ടാകും. അത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോ അപർണ മാം ആയിരിക്കും, അല്ലെങ്കിൽ ആതിര മിസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കും. ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ എക്സാം ഉള്ളതുകൊണ്ടാണ് ഞാനൊരു ഉറപ്പ് പറയാതിരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങളെ കാണാനായിട്ട് ഞാൻ വരും. ഓക്കെ, അപ്പൊ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? വേറെ ആരെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോ നമ്മുടെ ബാച്ചിൽ? റസ്മിനൊക്കെ എന്ത് പറ്റി? ഇപ്പൊ കാണാറില്ലല്ലോ. ഒരു മിനിറ്റ് പറയാം. റസ്മിന ഇവിടെ ഉണ്ടോ? ഞാനിവിടെ ഉണ്ട്. അല്ലേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ചയായിട്ട് എനിക്ക് അങ്ങനെ കേറാൻ പറ്റിയില്ല. കുറച്ച് ബിസി ആയി പോയി. അതെല്ലേ? 2-3 ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു. പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വരുന്നുണ്ടോ? അതാ പറഞ്ഞ 7-ാം തീയതി കറക്റ്റ് ആയിപ്പോയി. 7-ാം തീയതി എന്റെ ബ്രദർ പോകുന്ന ദിവസമാണ്. വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതാ ഞാനൊന്നും പറയാത്തത്. ഓക്കെ. പറ്റാവുന്നവര് വരിക കേട്ടോ. സുറുമിയോ? സുറുമി വരുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ട് മിസ്, എന്തായാലും വരുന്നുണ്ട്. സുറുമി പ്രസന്റ് ആണ്, എന്തായാലും വരും അല്ലേ? എന്റേത് ഒട്ടും ഉറപ്പില്ല. മേ ബി വന്നേക്കാം, ഇത്രേ പറയാൻ പറ്റൂ. ഓക്കെ, സൗകര്യം അനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ മാം. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സുറുമിയായിട്ടുള്ള കോണ്ടാക്ട് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ നടക്കുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും റെക്കോർഡ് ക്ലാസ് കാണാട്ടെ. ജിഷാമിസിന്റെ പ്രാക്ടിക്കൽ എന്നുള്ള ക്ലാസ് കാണാം, കണ്ടിട്ടില്ലെങ്കിൽ. ഓക്കെ, പ്രാക്ടിക്കൽ ലൈവ് ക്ലാസ് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. മാക്സിമം വരുന്നത് നല്ലത്. കാരണം ഈ ഓരോ ടൂൾസ് ഒക്കെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. അതെ, അത് വരുന്ന കുട്ടികൾ പറയാറുണ്ട് അങ്ങനെ. വന്നത് എന്തായാലും ഭാഗ്യമായി അല്ലെങ്കിൽ നല്ലതായെന്ന് പറയാറുണ്ട്. കാരണം നമ്മള് സ്ക്രീനിൽ കാണുന്ന ആ ഒരു മെറ്റീരിയൽസ് നമ്മൾ നേരിട്ട് അത് കാണുകയും ടച്ച് ചെയ്യുകയും ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് വരുന്നതാണ്. വന്ന് അത് കണ്ട് അതൊന്ന് ആക്ടിവിറ്റി ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് മറക്കില്ല. ഇപ്പൊ നിങ്ങള് കുറേയധികം മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാ അതിനകത്ത്? എത്ര എണ്ണം കണ്ടു? എത്ര മെറ്റീരിയൽസ് മുഴുവൻ പരിചയപ്പെട്ടു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാത്തമാറ്റിക്കൽ ഏരിയയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഡിവിഷൻ ബോർഡ്, ഡിവിഷൻ ബോർഡ്, സബ്ട്രാക്ഷൻ ബോർഡ്, അഡീഷണൽ ബോർഡ്, അതുപോലെ ഡിവിഷൻ ബോർഡ്. പിന്നെ അതിന്റെ ട്രയാങ്കിൾസിന്റെയും ഓരോ ഇതുണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അത് കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും നമ്മള് ഇങ്ങനെ ചിന്തിക്കുന്നത് രൂപത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് പോലെ തോന്നിപ്പോയി കാണുമ്പോ. എങ്ങനെ എളുപ്പത്തിൽ ചെറിയ കുട്ടികൾക്ക് നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് നേരിട്ട്
വന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. കുറച്ചും കൂടി അത് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും അത് ചെയ്തു കഴിഞ്ഞാൽ. നമ്മള് കുട്ടികൾക്ക് അത് കൊടുക്കാന്ന് വരെ വിചാരിക്കും, ഇങ്ങനെ പഠിപ്പിക്കാലോ എന്ന് വരെ വിചാരിച്ചു പോകും. അത്രയും രസകരമായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ, ഇത് നമ്മൾ അല്ലാതെ കൊണ്ട് ജീവിതത്തിൽ ഇപ്പൊ കാണലുണ്ടാവില്ല. കാരണം മിക്ക സ്കൂളുകളിലും ഇവക സംഭവങ്ങളൊന്നും ഇല്ല. ഇതൊന്നും ജീവിതത്തിൽ ഇനി കാണലുണ്ടാവില്ല. അപ്പൊ അത് കാണാണെങ്കിൽ നമുക്കതൊക്കെ യൂസ് ചെയ്യാൻ പഠിക്കാം. അതെ. സുറുമിക്ക് ഏതാ ഇഷ്ടമായത്? എനിക്ക് നോബിൾ സിലിണ്ടർ ഒക്കെ ഇഷ്ടമായി. അത് നല്ല ഇച്ചിരി ബുദ്ധിപരമായിട്ട് ചിന്തിക്കണല്ലോ. നോബിൾ സിലിണ്ടർ പലതരത്തില് 4 ടൈപ്സ് ഉണ്ടല്ലോ. അതെ അതെ. ഇഷ്ടായി. നോബിലസ് ആണോ പറയുന്നത്, നോബിഡ് ആണോ പറയുന്നത്? നോബിലസും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നോബിലസും അതും ഇച്ചിരി ബുദ്ധിമുട്ട്. നോബിലസ് അല്ലേ, ആ ഒരു നോബില്ലാത്ത കാരണം കൊണ്ട് നോബ്ലസ് ബുദ്ധിമുട്ടാ. നോബ്ലസ് വേഗം ഒന്നും മനസ്സിലായി കിട്ടൂല. നോബിഡ് ആവുമ്പോ നമ്മുടെ അത് കറക്റ്റ് ആ ഈ ഒരു പൊസിഷനിൽ മാത്രമല്ലേ വെക്കാൻ പറ്റുള്ളൂ. നോബ്ലസ് ആവുമ്പോ നമുക്ക് അതിന്റെ കറക്റ്റ് പൊസിഷൻ മനസ്സിലാക്കി തന്നെ വെക്കണം. അതുപോലെ സ്ട്രിങ്സ് ഇല്ലേ, സ്ട്രിങ്സും അതിന്റെ സ്ട്രിങ്സ് വെച്ച സംഭവങ്ങൾ അതെല്ലാം നല്ല ഭംഗിയുണ്ട്. അതുപോലത്തെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കുട്ടികൾ സ്കൂളിലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കുട്ടികൾ പെട്ടെന്ന് എല്ലാം പഠിക്കും. അതെ. ഓക്കെ. പിന്നെ നോബ്ലസ് നല്ലതാണെന്ന് വെച്ചാല് അതിന് കുറേയധികം എന്താ പറയാ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് അതിന്റെ ഷേപ്പ്, അതുപോലെ അതിന്റെ കളറ്, പിന്നെ സൗണ്ട്. ഇത് നിങ്ങൾ ഇവിടെ വന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നോബ്ലസ് സിലിണ്ടേഴ്സ് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് ഷേക്ക് ചെയ്യും. അപ്പൊ കുട്ടികൾക്ക് ഇത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് മനസ്സിലാവും. ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതാണ് കളർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആവും നോബ്ലസ്. നോബിഡ് നല്ലതാണ്. രണ്ടിലും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള ഒരു പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടില്ലേ? ഏതാണ് ഇഷ്ടമായത്? ഏത് മെറ്റീരിയലാ? എനിക്കും ഡിവിഷൻ ബോർഡ് സബ്സ്ട്രാക്ഷൻ അതും എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട. പെട്ടെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാന്. ഞാൻ ഞാൻ കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ടാ ഇന്നലെ കാണുന്നത്. എല്ലാം നല്ല രസമുണ്ട് മെറ്റീരിയൽസ് എല്ലാം. അതെ അല്ലേ? ഓക്കെ. ഈ കുട്ടികൾക്ക് UKG അഡീഷണൽ സബ്സ്ട്രാക്ഷൻ പഠിപ്പിക്കാൻ ഇച്ചിരി പാടാ. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ കൂട്ടി പഠിപ്പിക്കേണ്ടി വരും. അത് നടക്കില്ലല്ലോ, മോശമല്ലേ? അപ്പൊ ഇതാണ് നല്ലതാണ്, നല്ല ടെക്നിക്കാണ് ഇതൊക്കെ. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പറ്റാവുന്നത്ര മെറ്റീരിയൽസ് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യാട്ടോ. എന്തെങ്കിലും പേപ്പർ ഒക്കെ വെച്ചിട്ടോ ഏറ്റവും ഭംഗി തോന്നിയത് മാം ഡിവിഷൻ ബോർഡാ. ഡിവിഷൻ ബോർഡ് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് മേക്ക് ചെയ്യാന്ന് വിചാരിച്ചാലും നടക്കാത്ത സംഭവമാണ്. അഡീഷണൽ സബ്സ്ട്രാക്ഷനും വേണേൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഒരു ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സ്ട്രിപ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കളർ അടിച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഡിവിഷൻ ബോർഡ് ഒരു പ്രത്യേകതരം സംഭവം. അത് മേക്ക് ചെയ്യാന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ഡിവിഷൻ ബോർഡിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മാത്സ് ചെയ്യാല്ലേ? അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? കാണിച്ചു തന്നില്ലേ മിസ് എങ്ങനെയാണെന്ന്? അതെ, റിമൈൻഡർ വരുന്നതും അത് വെക്കുന്നതും ബീഡ്സ് വെക്കുന്നതും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കുട്ടികൾ ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട, അവർക്ക് അതങ്ങ് കൊടുത്താൽ മതി. അവര് സാധാരണ ഈ ടോയ്സ് കൊണ്ടൊക്കെ കളിക്കുന്നത് പോലെ അതങ്ങ് പഠിച്ചെടുക്കും. അത്ര എളുപ്പമായിരിക്കും. അതെ. നമുക്ക് ചാപ്റ്റർ നോക്കാം അല്ലേ? ബാക്കി ഭാഗം teachers are also given the office work of delivery of uniforms, books, notebooks, and special books like workbook, map drawing books, diaries, or calendar books. In all the above cases, teachers should not feel that this work is something like throwing fertilizers in the field. They have responsibility in this. At any time, they may be called for verification to whom they are given, what is given, and all. So it is better for the teacher to keep a notebook at least and enter the date and the item given, volume given, and the signature of the person to whom given in the same notebook. She should also keep a record of the materials which she has received, the date, quantity, and often. She should verify the remaining stock, etc. Tally with the balance as per the notebook. This will keep her away from many problems. അപ്പൊ ടീച്ചേഴ്സിന്റെ ഓഫീസ് വർക്കുകളിൽ
ഉൾപ്പെടുന്ന ജോലികളാണ് യൂണിഫോം ഡെലിവർ ചെയ്യുക, ബുക്സുകൾ ഡെലിവർ ചെയ്യുക, നോട്ട്ബുക്കുകള്, അതുപോലെ സ്പെഷ്യൽ ബുക്ക് ആയിട്ടുള്ള വർക്ക് ബുക്കുകള്, മാത്ത് ഡ്രോയിങ് ബുക്കുകള്, ഡയറീസ്, കലണ്ടർ ബുക്സ് എന്നിവ. ഇപ്പൊ വെക്കേഷൻ ടൈം ആയാൽ പോലും ടീച്ചേഴ്സ് ഹെഡ് മിസ്ട്രസ് വിളിക്കുമ്പോൾ സ്കൂളിൽ ഹാജരാകണം അല്ലെ? വേണ്ടേ? വെക്കേഷൻ ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യില്ല, സ്കൂളിൽ പോവാതിരിക്കില്ല അല്ലെ? വെക്കേഷൻ സമയത്തൊക്കെ, അതായത് സ്കൂൾ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് യൂണിഫോമുകളും ബുക്കുകളും മറ്റ് ഐറ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ടീച്ചേഴ്സിനെ വിളിക്കാറുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ഐറ്റംസ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പാരന്റ്സിന് ഡെലിവർ ചെയ്യും. അപ്പൊ അത് അവരുടെ ഓഫീസ് വർക്കിൽ പെടുന്ന ഒരു ജോലിയാണ് കേട്ടോ. ഓഫീസ് വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ജോലിയാണ് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ പാരന്റ്സിന് യൂണിഫോം ഡെലിവർ ചെയ്യുക. യൂണിഫോം ഒക്കെ നമുക്കറിയാം, മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ കട്ട് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ? അളവെടുത്ത് കണ്ടിട്ടില്ലേ? ഓക്കെ. ടെക്സ്റ്റ് ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ? ഏത് ക്ലാസ് ആണെന്ന് ചോദിക്കും. അപ്പോ ആ ക്ലാസ്സിനനുസരിച്ച് എത്ര ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടോ അത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാറുണ്ട്. പിന്നെ മറ്റ് വർക്ക് ബുക്കുകൾ മറ്റൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ഓഫീസ് വർക്കിൽ പെടുന്ന ഒരു കാര്യമാണ്. ഇനി ഇത് ചെയ്യുമ്പോൾ, അതായത് ഈ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാല് വെറുതെ ഇവിടെ ഒരു പ്രയോഗം, ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് വയലില് വെറുതെ വിത്തെറിയുന്നത് പോലെ ആകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ജോലി തന്നോ ആ പണി എങ്ങനെയെങ്കിലും, ആ ജോലി എങ്ങനെയെങ്കിലും എന്താ പറയാ തീർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആവരുത് ഇത് ചെയ്യേണ്ടത്. എന്നിരുന്നാലും നല്ല രീതിയിൽ അല്ലെങ്കിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഈ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില റെസ്പോൺസിബിലിറ്റീസ് ടീച്ചർക്ക് ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാല് ഏത് സമയവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകാം. അപ്പൊ എന്ത് ചെയ്യണം ടീച്ചർ? ഇപ്പൊ ഡെലിവറി, അതായത് യൂണിഫോം ഡെലിവറി ചെയ്യുക, അല്ലെങ്കിൽ നോട്ട്ബുക്കുകൾ ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ വെറുതെ കൊടുത്തു പോവുകയാണ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? അത് ആർക്കാണ് കൊടുത്തത് അവരെ സിഗ്നേച്ചർ വാങ്ങിക്കണം, എത്ര ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു എന്നുള്ളതിന് കണക്ക് വെക്കണം. അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെക്കണം. ഏത് ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ. യൂണിഫോംസ് ആണെങ്കിൽ എത്ര ഐറ്റംസ് കൊടുത്തു, എത്ര ഐറ്റംസിന് എത്ര ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ട്ബുക്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കണം. അതെ, ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക അല്ലെ? ആ നോട്ട്ബുക്കില് ഡെലിവറി ചെയ്ത ഡേറ്റ് എന്നാണെന്ന് എഴുതുക. പിന്നെ എന്ത് ഐറ്റം ആണ് കൊടുത്തത്? ചിലപ്പോൾ യൂണിഫോം ആവാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ ആവാം. പിന്നെ അതിന്റെ വോളിയം എഴുതുക. പിന്നെ അതുപോലെ തന്നെ ആർക്കാണോ നമ്മൾ കൊടുത്തത് അവരുടെ സിഗ്നേച്ചർ വാങ്ങിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങള്. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി, ഇങ്ങനെയുള്ള അതിന്റെ ഡേറ്റ്, ഇങ്ങനെയുള്ള കറക്റ്റ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു 100 ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടെങ്കിൽ 50 ടെക്സ്റ്റ് ബുക്ക് ആണ് ഡെലിവർ ചെയ്തത്, ബാക്കി ഒരു 50 എണ്ണമാണ് ബാലൻസ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് ടാലി ചെയ്ത് ബാലൻസ് സ്റ്റോക്ക് എത്രയാണെങ്കിൽ ബാക്കിയുള്ളത്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ടീച്ചേഴ്സിന് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോ ഐറ്റംസ് എന്തെങ്കിലും ചിലപ്പോൾ കുറവ് വരികയോ അല്ലെങ്കിൽ മിസ്സായി പോവുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ടീച്ചറിന്റെ മേലിൽ കുറ്റം വരില്ല. അവരെ പലവിധ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റെക്കോർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ രേഖപ്പെടുത്തിയിട്ടുള്ള ബുക്കിന് സാധിക്കും. കാരണം അതൊരു പ്രൂഫാണ് അല്ലെ? അതായത് ഇത്ര എണ്ണമാണ് കൊടുത്തത്, ഇത്ര എണ്ണമാണ് ബാലൻസ് വന്നത്, എത്ര അളവിലാണ് കൊടുത്തത്, സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചു കഴിഞ്ഞാൽ അതൊരു പ്രൂഫാണ്. ഓക്കെ, അപ്പൊ അത് ടീച്ചറെ പലവിധ കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കും അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. എപ്പോ ചോദിച്ചാലും അറിയാൻ പറ്റും. സമയം ചോദിച്ചാൽ അറിയാൻ പറ്റും. എപ്പോ ചോദിച്ചാലും ഈ നോട്ട്ബുക്ക് കാണിച്ചു കൊടുത്താൽ മതി. ടീച്ചറിന്റെ മേലെ അധികം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മൾ 1 രൂപയെങ്കിലും കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വിവരം കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. 1 രൂപയല്ലേ എന്ന് വിചാരിച്ച് അത് നിസ്സാരമായിട്ട് കാണരുത്. 1 രൂപയ്ക്ക് ചിലപ്പോ 1 കോടിയുടെ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അത്രയധികം ഉള്ള സാധ്യത കൂടുതലാണ് അല്ലെ?
അപ്പൊ കറക്റ്റ് ആയിട്ട് ചില ടീച്ചേഴ്സ് എന്താ പറയാ, ഇപ്പൊ കുറെ അധികം കുട്ടികൾ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് വെപ്രാളം ഉണ്ടാവും അവർക്ക്. അതായത് കുറെ കുട്ടികൾ വരുന്നു, പൈസ തരുന്നു, അപ്പൊ ചിലപ്പോ പേരൊക്കെ ചിലപ്പോൾ ഇനീഷ്യലൊക്കെ വിട്ടുപോകും. അങ്ങനെ കുറെ വെപ്രാളത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അതായത് ആ സമയം എടുത്ത് തന്നെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് രേഖപ്പെടുത്തി എമൗണ്ട് സ്വീകരിച്ചതിന് ശേഷം മാത്രം സൈൻ ചെയ്യിപ്പിക്കുക. പാരന്റ്സിനെ കൊണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ, കുട്ടികളെ കൊണ്ടാണെങ്കിൽ കുട്ടികളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനുണ്ടെങ്കിൽ അങ്ങനെ സൈൻ ചെയ്യിപ്പിക്കുക. ഇനി വാങ്ങിക്കുന്ന പൈസ എത്രയാണ്, എമൗണ്ട് എത്രയാണോ അത് കളക്ട് ചെയ്ത് വെക്കുക, എത്രയാണെന്ന് രേഖപ്പെടുത്തി വെക്കുക. കളക്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. അപ്പൊ നമ്മുടെ കയ്യിലും ചിലപ്പോൾ പൈസയൊക്കെ ഉണ്ടാവും, പേഴ്സിലൊക്കെ ആയിരിക്കും കുട്ടികൾ തരുന്ന പൈസ വെക്കുന്നത് അല്ലെ, നമ്മുടെ ക്യാഷുമായിട്ട് മിക്സ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സെപ്പറേറ്റ് ആയിട്ട് ഒരു പേഴ്സ് അതിനെ സൂക്ഷിക്കുന്നെങ്കിൽ അതും നല്ലതാണ്. കുട്ടികൾ ചിലപ്പോൾ ടീച്ചറായിട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ക്യാഷ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ഉണ്ടാകും. അപ്പൊ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു പേഴ്സ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പൊ അതിനു വേണ്ടി മാത്രമാണ്, നമ്മൾ മിക്സ് ആവില്ല, നമ്മുടെ ക്യാഷും ഈ ക്യാഷും കൂടി മിക്സ് ആവില്ല. നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ചിലപ്പോ ധൃതി വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സമയമില്ലാത്ത നേരത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത് സൂക്ഷിച്ചെന്ന് വരില്ല. മനുഷ്യന്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താണ് എപ്പോഴാ സംഭവിക്കുന്നത്. അപ്പോ ആ സമയത്ത് നമുക്ക് ചിലപ്പോ അശ്രദ്ധ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോ പണം നഷ്ടപ്പെട്ടിരിക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ തന്നെയാണ് പൈസ പോവുക. അത് സ്കൂളിൽ മാത്രമല്ല കേട്ടോ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇങ്ങനെ തന്നെയാണ്. ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ആ ഹോസ്പിറ്റലില് നമ്മള് ഒരു ക്യാഷ്യറായിട്ട് ഇരിക്കുവാണെങ്കിൽ അവിടെ നമ്മള് പൈസ കളക്ട് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും പൈസ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വെറുതെ വിടോ? പൈസ പോട്ടെ എന്ന് വിചാരിച്ച് ഇല്ല, ഒരു രൂപയെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. 1 രൂപ ശരിയായി ഒരു ടീച്ചർ കീപ്പ് ചെയ്യാത്തതിന്റെ പേരില് ഒരു കുട്ടി എന്താ പറയാ, ചെയ്യാത്ത കുറ്റത്തിന് അടി വാങ്ങിയ ഒരു കഥയുണ്ട്. പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോ പിന്നെ ഒരു എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല, സ്റ്റാമ്പ് വിതരണം എന്നുള്ള ഒരു സംഭവം ഉണ്ട്. 1 രൂപയുടെ സ്റ്റാമ്പ് വിതരണം. അതെ, അപ്പൊ ഈ ടീച്ചർ എന്ത് ചെയ്തു എന്ന് വെച്ചാല് കുട്ടികളുടെ എല്ലാം കളക്ട് ചെയ്തു. അപ്പോ 1 രൂപ മിസ്സായി. 1 രൂപ എന്ന് പറയുന്നത് 2-3 തരത്തിലുള്ള 1 രൂപകളുണ്ട്. കുറച്ച് വലിപ്പത്തിലുള്ള 1 രൂപയുണ്ട്, ചെറിയ വട്ടമുള്ള 1 രൂപയുണ്ട്. അപ്പൊ ഇതൊരു കുറച്ച് വലിപ്പമുള്ള 1 രൂപയായിരുന്നു. അപ്പോ ആ 1 രൂപ കാണാനില്ല എന്ന് പറഞ്ഞ് ടീച്ചർ കുട്ടികളെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ശരിക്കും ആ ടീച്ചർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. 1 രൂപ നഷ്ടപ്പെടണമെങ്കിൽ ആ 1 രൂപ ടീച്ചർ വെച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ അറിയാത്ത രീതിയിൽ അത് എടുക്കണമായിരുന്നു. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ ഭയങ്കരമായിട്ട് അടിച്ചു. ആ കുട്ടിക്ക് ആ 1 രൂപയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എടുത്തിട്ടില്ല സംഭവം. ആ കുട്ടിയല്ല ആള്, വേറൊരു കുട്ടിയാണ് അത് എടുത്തത്. പക്ഷെ പിടിച്ചത് ആ കുട്ടിയുടെ ബാഗിൽ നിന്നാണ്. ആ കുട്ടിക്ക് പിന്നെ അമ്മ വൈകുന്നേരം മുട്ടായി വാങ്ങാൻ കുട്ടിക്ക് പൈസ കൊടുക്കുമല്ലോ, അതിനു വേണ്ടി കൊടുത്ത പൈസയാണ്. അപ്പൊ ഈ സെയിം പൈസയാന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടീനെ അടിക്കുന്നത്, ചെയ്യാത്ത കുറ്റത്തിനെ അടിക്കുന്നത്. അപ്പോ അത് ടീച്ചേഴ്സ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഒന്നുമില്ല, അത് ടീച്ചറിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആണ്. ടീച്ചർ അത് ശരിയായ രീതിയിൽ കീപ്പ് ചെയ്യാത്തതുകൊണ്ട് വന്ന മിസ്റ്റേക്ക് ആണ്. ആ കുട്ടിക്ക് അത് എത്ര കാലത്തോളം അതിന്റെ മുറിവ് നിൽക്കും എന്ന് പറയാൻ പറ്റൂല. ചെയ്തത് ഭയങ്കര മോശമായ ഒരു സംഭവം. അപ്പൊ ഇങ്ങനെയുള്ളത് കുട്ടികൾക്ക് അനുഭവം കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ശരിയായ രീതിയിൽ അത് കീപ്പ് ചെയ്യുന്നതായിരിക്കും. അതെ, ബസ്മിന പറഞ്ഞത് നന്നായി. അത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ബസ്മിന അത് പറഞ്ഞത്. അപ്പൊ കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മള് കാര്യങ്ങള്. അതായത് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്തായാലും നമുക്ക് പഠിപ്പിക്കാൻ മാത്രമാണ് ഉള്ളത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകരുത്. നമുക്ക് ഇത്തരത്തിലുള്ള വർക്കുകൾ നമുക്കുണ്ട്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാം. എന്ത് കാര്യമാണെങ്കിലും അത് റെക്കോർഡ് ചെയ്യണം, അതായത് എഴുതി വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് ഒരു കഥ കേട്ടിട്ടോന്നറിയില്ല, ഒരു കുട്ടി എടുത്തു പോയിട്ട് ആ കുട്ടി ഒരു മാഷുമായിട്ടുള്ള കഥ കേട്ടിട്ടുണ്ടോ? പറയോ, ഷെയർ ചെയ്യാമോ? എനിക്ക് മുഴുവനായിട്ട് അത് അത്ര രീതിയിൽ പറയാൻ അറിയില്ല, എന്നാലും ഞാൻ പറയാം. ഇതുപോലെ ക്ലാസ്സിലൊരു സംഭവം ഉണ്ടായി. ഒരു പൈസ മിസ്സായി. അപ്പോ എടുത്ത കുട്ടിക്ക് ഭയങ്കര പേടിയുണ്ട്, ഇതിപ്പോ കണ്ടുപിടിക്കുമല്ലോ, ഇനിയിപ്പം ആൾക്കാരുടെ മുന്നിൽ വെച്ച് മൊത്തം ഇതാവല്ലോ. ദാരിദ്ര്യം കൊണ്ട് ആ സമയത്ത് പണ്ട് കാലത്ത് അപ്പോ എടുത്തു പോയതാണ്. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാല്
കുട്ടി ഈ സാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് എല്ലാവരോടും കണ്ണടക്കാൻ പറഞ്ഞു. എല്ലാവരോടും കണ്ണടച്ചിട്ട് സാറ് പരിശോധിച്ചു. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് കണ്ണടച്ചു. എന്നിട്ട് ഫുള്ള് പരിശോധിച്ചു. ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടി, അത് തിരിച്ചു കൊടുത്തു. ആ സംഭവം കഴിഞ്ഞു കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി ഈ സാറിനോടുള്ള ബഹുമാനം കൊണ്ട് നന്നായി പഠിച്ച് നല്ലൊരു പൊസിഷനിലെത്തി. അപ്പൊ ഈ സ്കൂളിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഈ കുട്ടി വന്നു. അപ്പൊ കുട്ടി വന്നപ്പോ ആ സാർ അവിടുന്ന് റിട്ടയർഡ് ആയി പോവാ. അപ്പോ ആ റിട്ടയർഡ് ആയി പോകാൻ വേണ്ടി ആ സാറിനെ പറ്റി പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ ഈ കുട്ടി പറഞ്ഞ കഥയായത്. ആ സാറ് കാരണമാണ് ഞാനിങ്ങനെ പഠിക്കാൻ കാരണം, ജീവിതത്തിൽ നല്ലതാവണം, ശരി, ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതെല്ലാം സാറ് കാരണാന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഒരു സാറ് കാരണാന്ന് പറഞ്ഞു. എന്നിട്ട് സാറിനോട് ചോദിച്ചു, എന്നെ ഓർമ്മ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അപ്പോ ആ കുട്ടി ഞാനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സാറിനോട് കുട്ടിക്ക് ഭയങ്കര ഇത് അതിശയം, എന്തുകൊണ്ട് സാറിന് ഓർമ്മയില്ല, സാറാണല്ലോ പൈസ എടുത്തത്, എന്തുകൊണ്ട് സാറിന് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ഞാനും കണ്ണു പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും ആ പൈസ സെർച്ച് ചെയ്യുമ്പോൾ കണ്ണു പൂട്ടിയിട്ടാണ് സെർച്ച് ചെയ്തത്. കാരണം ഏത് കുട്ടിയുടെ ബാഗിൽ നിന്നാണോ അത് കിട്ടുന്നത്, ആ കുട്ടിയോട് എനിക്ക് പിന്നീട് ഒരു വിഷമം തോന്നണ്ടല്ലോ, അല്ലെ ക്ലാസ് എടുക്കുമ്പോൾ ആ കുട്ടി മോശക്കാരനാന്ന് എനിക്ക് തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കണ്ണടച്ചാണ് ആ പൈസ എടുത്തത്. അതുകൊണ്ട് ഏത് കുട്ടിയാണ് അന്നത് എടുത്തത് ഞാനും അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടി കേട്ടപ്പോ ആ കുട്ടിക്ക് ബഹുമാനം കൂടി എന്നാ പറയുന്നത്. കാരണം ആ ടീച്ചർ അത്രയും കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു പൈസ എടുത്തതിന്റെ പേരിൽ പിന്നീട് നമുക്ക് ഒരു കുട്ടി ഒരു പൈസ എടുക്കുമ്പോ അത് കള്ളിയാണ് അല്ലെ കള്ളനാണ് എന്നുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിൽ വരുമല്ലോ ടീച്ചേഴ്സിന്റെ. അപ്പൊ അത് വരണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ടീച്ചർ അങ്ങനെ ഒരു പരിപാടി എടുത്തത്. അപ്പൊ ആ കഥ കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി. ടീച്ചേഴ്സ് എത്രത്തോളം കുട്ടികളെ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂൾ. എന്തൊക്കെ ഫയലുകളാണ് സ്കൂളിൽ സൂക്ഷിക്കുന്നതെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ അറ്റൻഡൻസ് റെക്കോർഡാണ്. അറ്റൻഡൻസ് റെക്കോർഡ് സ്കൂളിൽ സൂക്ഷിക്കാറില്ലേ? ഉണ്ടല്ലേ. രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ, കുട്ടികളുടെയും ഉണ്ടാകും, ടീച്ചേഴ്സിന്റെ ഉണ്ടാവും, ഇല്ലേ? ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്താറില്ലേ? പിന്നെ കുട്ടികളുടെയും ഉണ്ട് അല്ലെ, ക്ലാസ് റൂമിൽ സൂക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫീസ് റൂമിൽ കൊണ്ടുവയ്ക്കാറാണ് പതിവ്. ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ് ആണെങ്കിൽ ഓഫീസ് റൂമിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ രണ്ടാമത്തത് മിററാണ്. മിറർ എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് അബൌട്ട് ദ സ്റ്റുഡൻസ് അറ്റൻഡൻസ് ആൻഡ് സ്റ്റാഫ് അറ്റൻഡൻസ് ആണ് കേട്ടോ. അതായത് സ്റ്റുഡൻസിന്റെയും സ്റ്റാഫിന്റെയും അറ്റൻഡൻസുകൾ രേഖപ്പെടുത്തി ഡീറ്റെയിൽ ചെയ്ത് വെക്കുന്ന ഒരു പ്രത്യേകതരം ബുക്കാണിത് മിറർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു എണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഫോട്ടോ കോപ്പി, അതായത് ഒരു കോപ്പി എപ്പോഴും സ്കൂളിന്റെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഓക്കെ, നഷ്ടപ്പെട്ട, അതായത് ഒറിജിനൽ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാലും വറി ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കോപ്പി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഓക്കെ, മൂന്നാമത്തത് ലീവ് ലെറ്റർ രജിസ്റ്റർ ആണ്. ലീവ് ലെറ്റർ രജിസ്റ്റർ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ലീവ് ലെറ്റർ രജിസ്റ്റർ? ലീവ് എടുക്കുമ്പോ എഴുതുന്ന രജിസ്റ്റർ. അതെ അതെ, ലീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതാണ് ഇത് ലീവ് ലെറ്റർ രജിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ അഡ്മിഷൻ രജിസ്റ്റർ എന്താ പറഞ്ഞതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ. അഡ്മിഷൻ രജിസ്റ്റർ അഡ്മിഷൻസിന്റെ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നു. ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാത്തരം ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ട് അഡ്മിഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അഡ്മിഷൻ രജിസ്റ്ററിന്റെ ബേസിലാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഫിഫ്ത് വൺ സ്റ്റോക്ക് രജിസ്റ്റർ ആണ്. സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ എത്ര ഡെസ്കുകൾ ഉണ്ട്, എത്ര ബെഞ്ചസ് ഉണ്ട്, സയന്റിഫിക് ആർട്ടിക്കിൾസ് എത്രയുണ്ട്, ഇതൊക്കെ അതിന്റെയൊക്കെ എണ്ണം രേഖപ്പെടുത്തി വെക്കുന്നത് സ്റ്റോക്ക് രജിസ്റ്ററിലാണ് കേട്ടോ. ഓക്കെ, പല പല ക്ലാസ് റൂമുകളുണ്ട്, അവിടെ ആയിട്ട് ബെഞ്ചുണ്ട്, ഡെസ്കുകളുണ്ട്, അങ്ങനെ കുറെ അധികം. പിന്നെ സയന്റിഫിക് ആർട്ടിക്കിൾസ് ഒക്കെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പോ അതെവിടെയാണ് എത്ര എണ്ണം വീതം ഉണ്ടെന്നാണ് സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തത് മാർക്ക് രജിസ്റ്റർ ആണ്. മാർക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാല്
ഓരോ എക്സാമിന് ശേഷവും സ്റ്റുഡൻസ് എത്ര മാർക്കാണ് ഒബ്റ്റെയിൻ ചെയ്തത് അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങളുണ്ട്. അപ്പൊ നമുക്കറിയാം എന്താണ് ക്വാർട്ടർലി എക്സാം ഉണ്ട്, ഹാഫ് ഇയർലി ഉണ്ട്, ആനുവൽ എക്സാം ഉണ്ട്. ഇതിനൊക്കെ സ്റ്റുഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന മാർക്ക് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു, ഈ ഒരു മാർക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോ കുട്ടികളുടെ പേപ്പറിൽ മാത്രമല്ല മാർക്കുള്ളത്, പകരം ആ മാർക്ക് ടീച്ചേഴ്സ് അവരുടെ നോട്ട്ബുക്കിൽ എഴുതുകയും പിന്നീട് എന്ത് ചെയ്യും, മാർക്ക് രജിസ്റ്ററിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുവാണ് പതിവ്. ഓക്കെ, നെക്സ്റ്റ് ഫീ കളക്ഷൻ രജിസ്റ്റർ ആണ്. അതായത് ഫീസ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാണ് കളക്ട് ചെയ്തത്, ഏതൊക്കെ ആവശ്യത്തിനാണ് കളക്ട് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഫീ കളക്ഷൻ രജിസ്റ്റർ. The last one, visitors note or inspection register. അതായത് വിസിറ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ഒരു കുട്ടിയെ കാണാനോ അല്ലെങ്കിൽ ആ സ്കൂളിൽ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണാനോ വിസിറ്റർ വരുന്ന സമയത്ത് ആ വ്യക്തിയുടെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ്, പിന്നെ വന്ന ഡേറ്റ്, വന്ന സമയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതാണ് വിസിറ്റേഴ്സ് നോട്ട് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോ ഇതിലും കൂടുതൽ റെക്കോർഡുകൾ എവിടെ ഉണ്ടാവും, സ്കൂളുകളിൽ ഉണ്ടാവും കേട്ടോ. ഇത് കുറച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. മെയിൻ ആയിട്ട് നമ്മൾക്ക് പഠിക്കേണ്ട റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല് ഈ 8 റെക്കോർഡുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ രജിസ്റ്ററുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോ പ്രിൻസിപ്പളിന്റെ റൂമിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. നമ്മൾ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ കുറെ അധികം ബുക്കുകൾ കാണാനായിട്ട് പറ്റും അല്ലെ. അതായത് ഒരു സ്കൂള് ഉണ്ടായത് തുടങ്ങി എപ്പോഴാണോ അത് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തുടങ്ങി അല്ലെങ്കിൽ ആ ദിവസം വരെയുള്ള എല്ലാത്തരം കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്റേഴ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിലും എന്ത് ചെയ്യും, എൻട്രി ചെയ്യും. അപ്പൊ നമ്മൾക്ക് രജിസ്റ്റർ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, കാരണം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വിവരവും എപ്പോ വേണമെങ്കിലും ലഭ്യമാകും. ഓക്കെ, മുമ്പൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് രജിസ്റ്റർ തേടി തപ്പി നടക്കുമായിരുന്നു അല്ലെ. പഴയ കാലത്തൊക്കെ മുമ്പത്തെ സമയത്തൊക്കെ കമ്പ്യൂട്ടറൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് രജിസ്റ്ററുകളാണ് നമ്മൾ കൂടുതലും തപ്പുന്നത്. നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, ഒരു ആളെ കുറിച്ച് അറിയണമെങ്കിൽ സ്കൂളിലൊക്കെ ചെന്ന് അന്വേഷിക്കുന്നത്, അവിടെയുള്ള രജിസ്റ്റർ ഒക്കെ നോക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ, അപ്പൊ ആപ്പായി, ഇപ്പൊ ആപ്പിലാണ് ഇപ്പോ എജ്യൂസ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് സ്കൂളിലൊക്കെ. ഇപ്പൊ അതാണ് മോന്റെ സ്കൂളിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫോണില് നോക്കാം, കുട്ടികളുടെ മാർക്ക് എപ്പോ വേണം നമുക്ക് നോക്കാം, അറ്റൻഡൻസ് നോക്കാം, എല്ലാ കാര്യങ്ങളും നോക്കാം, ടെസ്റ്റ് പേപ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് മാസം മുമ്പ് അവര് ഇങ്ങനെ എജ്യൂസ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ ഇതൊക്കെയായിരുന്നു, പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അതിപ്പോ നമ്മളിപ്പോ ഇപ്പൊ എന്റെ ഫോണിലൊക്കെ ഉണ്ട്. അപ്പൊ മോന്റെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, മോന്റെ എല്ലാ മാർക്കുകളും അറ്റൻഡൻസും എല്ലാം അറിയാൻ പറ്റും, ഫീസിന്റെയും എല്ലാം വീട്ടിൽ തന്നെ നമുക്കറിയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടു ടേക്ക് അറ്റൻഡൻസ്. അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്ന ക്രമമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ആദ്യം ഒരു ക്രോസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്, അത് ഫുൾ പ്രസന്റ് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തത് മോർണിംഗ് പ്രസന്റ്, മൂന്നാമത്തത് ആഫ്റ്റർനൂൺ പ്രസന്റ്, നെക്സ്റ്റ് മോർണിംഗ് സ്പോട്ട്, നെക്സ്റ്റ് മോർണിംഗ് ആബ്സെന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ്, ആഫ്റ്റർനൂൺ സ്പോട്ട്, morning present, afternoon present, morning present, afternoon leave, morning leave, afternoon present, full day leave, full day absent. So ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ആക്ടിവിറ്റി ആണ്. ഇതിന്റെ മീനിങ് എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ട് വരിക. ഓക്കെ, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഫുൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർണിംഗ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോട്ട് മനസ്സിലായില്ല, ബാക്കിയൊക്കെ മനസ്സിലായി. ഒന്ന് നോക്കൂ, കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേട്ടോ. അപ്പൊ എല്ലാവരും തന്നെ ചെയ്യാം കേട്ടോ, അടുത്ത ക്ലാസ്സിൽ തന്നെ ചെയ്യാം, എന്നാലേ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇത്രയുമാണ്, വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. പാർട്ട് 4 ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഓഫീസ് മാനേജ്മെന്റ് ആണ്. കുഴപ്പമില്ലല്ലോ, ചാപ്റ്റർ ഈസി അല്ലേ? മാം ഒരു കാര്യം, മറ്റേ ഫോണസ്റ്റിക് സൗണ്ട് ഇല്ലേ, എന്താണ് ഫോണസ്റ്റിക് സൗണ്ട്? ആ, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ മാം? ഇപ്പൊ ഈ ട്രെയിനിങ്ങിന് പോകുമ്പോ
അത് വേറെ മിസ്സാ, വേറെ അശ്വതി മിസ്സാ അത് എടുക്കണത്. ആണോ? ഞാൻ എന്താണെന്ന് വിചാരിച്ചു. ഞാൻ അശ്വതി മാമൻ പറഞ്ഞത് ഞാൻ വേർഡ്സ് പഠിപ്പിക്കും ലാസ്റ്റ് ക്ലാസ്സുകളിൽ 2 ക്ലാസ്സുകളിലായിട്ട്. സ്കീമുകൾ പഠിപ്പിക്കും, അതിനകത്ത് ഫണറ്റിക്സ് വരുന്നുണ്ട്. വേറെ ഫണറ്റിക്സ് ക്ലാസ് എടുക്കുന്നത് അശ്വതി മിസ് ഉണ്ട് വേറെ, അവര് നിങ്ങൾക്ക് എടുത്തോളൂ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, അതൊന്ന് റീഡ് ചെയ്യാം. പേജ് നമ്പർ 162 ആൻഡ് 163, ഈ 2 പേജുകൾ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഫാക്ടേഴ്സ് വായിക്കണം മിസ്. എന്താ ഫാക്ടേഴ്സ് വായിക്കണോ? താഴത്തേതാണോ? ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ്, അതുവരെ വായിച്ചോ? ഇല്ല, അവിടെ വരെ വായിക്കാം. ഓക്കെ.
വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. മീനിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ. മീനിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മീനിങ് ആൻഡ് എന്നാണ് കിടക്കുന്നത്. ഓക്കെ, institutional planning is a systematic way to the plan and program for the development of an institution. It is based on the principles of the maximum application of the resources of the school and the community in which it exists, improvement in the outcome of students, teaching learning methods, co-curricular activities, and the professional development of teachers are the main objectives of institutional planning. A school system is serene with the many activities which are diverse and often changing. Planning is the responsibility of the school head. Planning emphasizes reasoning in advance about the development of the school. Planning means getting things done. A successful plan specifies that the work is to be done, why, when, how, and where it will be done, and who will be liable. Okay. So planning എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പദ്ധതികൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്കൂള് പഠിത്താം. അതിനകത്ത് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് സ്കൂളാണ് മെയിൻ ആയിട്ട്, അല്ലെ? പക്ഷെ സ്കൂള് മാത്രമല്ല, സ്കൂളാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് ഫേം ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനമാകാം. ഈ ഒരു സ്ഥാപനങ്ങളുടെ ശരിയായിട്ടുള്ള നടത്തിപ്പിന് അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയിട്ട് പദ്ധതികൾ രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഒരു സ്കൂളിന്റെ ബേസിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് പറയാം അല്ലെ? അതായത് ഒരു സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ആ സ്കൂളില് കുറേയധികം പദ്ധതികളും അതുപോലെ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നു. ഇതാണ് സ്കൂളിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ്. മനസ്സിലായോ? പ്ലാനിംഗ് നടത്തുന്നത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതൊരു സ്കൂൾ ആയാലും ഏതൊരു ഓർഗനൈസേഷൻ ആയാലും ഡെവലപ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് വ്യക്തികൾക്ക് ഡെവലപ്മെന്റ് വേണം അല്ലെ? നമ്മൾക്ക് ഡെവലപ്മെന്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? നമ്മൾ അതിനായിട്ട് പ്രയത്നിക്കണം. നമ്മളിങ്ങനെ ഒഴുക്കിലൂടെ സഞ്ചരിച്ചാൽ പോരാ അല്ലെ? നമ്മൾ വിചാരിക്കണം എങ്ങനെ ഒഴുകണം എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്കും ഉണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പേഴ്സണിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പ്ലാൻ ചെയ്യാം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഡെവലപ്മെന്റ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് പ്ലാനിങ്ങിൽ വ്യത്യാസങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. എന്നാൽ മാത്രമേ എനിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പൊട്ടക്കിണറ്റിലെ തവളയിൽ പോലെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോ വ്യക്തികൾക്കായാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും എന്ത് വേണം? പ്ലാനിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമുക്കതിലൂടെ പ്ലാനിങ്ങിലൂടെ നമുക്ക് കുറേയധികം അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ? നമുക്ക് ടൈം ലാഭിക്കാം അല്ലെ? സമയം എന്ന് പറയുന്നത് നമ്മുടെ കൈക്കുള്ളിൽ നിൽക്കും പ്ലാനിങ് നമ്മൾ നടത്തുവാണെങ്കിൽ. പിന്നെ ചില ആളുകൾക്ക് ഉണ്ടല്ലോ, ഈ പ്ലാനിങ് നടത്തിയാൽ സക്സസ് ആവില്ല. ചില വ്യക്തികൾ കണ്ടിട്ടോ, അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്ത് പ്ലാൻ ചെയ്താലും നടക്കില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പൊ നമ്മള് നാളത്തേക്ക്, അതായത് നാളെ നമ്മൾ രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതൊരു ഡയറിയിൽ എഴുതി വെക്കുകയാണ്. രാവിലെ 5 മണിക്ക് എണീറ്റു, കിച്ചണിൽ എത്ര നേരം ജോലി ചെയ്തു, കുറച്ചു സമയം കുട്ടികളുടെ കൂടെ ഇരുന്നു, അവരെ പറഞ്ഞയച്ചിട്ട് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക്
നമ്മള് സമയം മാറ്റി വെക്കുകയാണ്. അപ്പൊ ആ ഒരു ദിവസം നമ്മൾ അവസാനിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുക എന്താണ്? സാറ്റിസ്ഫാക്ഷൻ തോന്നും. ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു തോന്നൽ വരും, അല്ലെ? കുറേയധികം സമയം നമ്മൾക്ക് ലാഭിക്കാനായി എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് അലസമായിട്ട് വെറുതെ മൊബൈൽ എടുത്ത് കുറെ റീല് കണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മുടെ ഒരു പ്ലാനിങ് നടക്കില്ല, അല്ലെ? മറിച്ച് നമ്മളെ അവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് റീല് കാണുന്നതിലൂടെ മറ്റുള്ളവർക്ക് നമ്മൾ ഇൻകം ഉണ്ടാക്കി കൊടുക്കുകയാണ്, അല്ലെ? നമ്മുടെ ജീവിതം അവിടെ വേസ്റ്റ് ആവുക ചെയ്യുന്നത്. അത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അപ്പൊ വ്യക്തികൾ എന്നിട്ട് റിഗ്രറ്റ് അടിക്കുകയും ചെയ്യും. കാണും എന്നിട്ട് റിഗ്രറ്റ്. കാണാതിരിക്കില്ല, കാണൂല എന്ന് പറയും. കാണും എന്നിട്ട് റിഗ്രറ്റ് ആവുകയും ചെയ്യും. അതെ അതെ, അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്കായാലും ഒരു പ്ലാനിങ് വേണം, പ്ലാനിങ് ഉണ്ടാവണം. അതായത് വലിയ രീതിയിലുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും നടത്തണ്ട, ചെറുതിൽ നിന്ന് തുടങ്ങുക. കുറച്ച് സമയം ആദ്യമേ തന്നെ, അതായത് നാളെ ഒരു ദിവസം കൊണ്ട് ഞാൻ എല്ലാം മാറ്റിമറിക്കും അല്ലെങ്കിൽ തല കുത്തനെ നിൽക്കാം എന്നുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്യരുത്, നടത്തില്ല. കുറച്ച് സമയം ആദ്യം മാറ്റി വെക്കണം, എന്നിട്ട് നോക്കണം അത് വർക്ക് ആവുന്നുണ്ടോ എന്ന്. ഓക്കെ, പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. ഞാൻ ചെയ്ത് ഞാനിപ്പോ ഒരാഴ്ച ഉണ്ട്, കാരണം ഇപ്പൊ ട്രെയിനിങ്ങിന് പോകുന്നത് കൊണ്ട് നേരത്തെ ഒരു പ്ലാനിങ് നടത്തി. സംഭവം മോന് ഉച്ചയ്ക്ക് എന്റെ പാല് കുടിച്ചിട്ടേ ഉറങ്ങത്തുള്ളായിരുന്നു. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ കരച്ചിലായി, പിന്നെ പനിയാവും. അതുകൊണ്ട് ഞാനിവിടെ ഹസ്ബൻഡ് അമ്മച്ചിയും കൂടെ ഇപ്പൊ ഞാൻ ക്ലാസ്സിന് കയറി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കാണിക്കത്തില്ല. ചോറ് കൊടുത്തിട്ട് അമ്മച്ചി എന്നെ ഉറക്കി കിടത്തും. രാത്രി മാത്രമേ പാല് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരാഴ്ച ഞങ്ങളിപ്പോ ഈ ഒരു രീതി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കത്തില്ല, രാത്രി മാത്രമേ ചോദിക്കത്തുള്ളൂ. അതൊരു പ്ലാനിങ്. അതെ, അതൊരു പ്ലാനിങ് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, ചെയ്യുന്ന കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. നമ്മൾ ഒരു കാര്യം ചെയ്ത് അത് സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. എനിക്ക് സക്സസ്ഫുൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, ചെയ്ത് കാണിക്കുക. അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ തോന്നുന്ന കാര്യം ചിലപ്പോ അവരോട് പറഞ്ഞതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റാതെ. പ്ലാൻ ചെയ്തതായിട്ട് നടക്കാത്തതായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ടൂർ പ്ലാനിങ് ആണ്. ടൂർ പ്ലാൻ ചെയ്യലേ ഉള്ളൂ, നടക്കൂല. അത് നടക്കലില്ല, അല്ലെ? അത് എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് ആ പ്ലാനിങ്. ഇങ്ങനെ മുന്നേ പ്ലാൻ ചെയ്യാണ്ട് പോവാന്ന് വെച്ചാൽ നടക്കൂല, കാരണം എല്ലാവരും സൗകര്യം നോക്കിട്ട് വേണമല്ലോ പോവാൻ. അപ്പൊ പ്ലാൻ ചെയ്യും, പക്ഷെ നടക്കൂല. ലാസ്റ്റ് ടൂറ് നടക്കൂല. അത്രയുണ്ടാവും. അതായിരിക്കും ഇങ്ങനെ തെന്നി പോകുന്നത്, സമയമായിട്ട് പോകാനായിട്ടുള്ള. ഓക്കെ, അപ്പൊ നമ്മള് വ്യക്തികൾക്കായാലും ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും എന്ത് വേണം? പ്ലാനിങ് വേണം. പ്ലാനിങ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫ്യൂച്ചർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ഓക്കെ, കുറേയധികം കാര്യങ്ങൾ നമുക്ക് പ്ലാനിങ്ങിലൂടെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ചെയ്ത സക്സസ് ആയ ഒരു പ്ലാനിങ് പറയാം. വീട്ടമ്മമാരുടെ ഒരു പ്ലാനിങ് ഞാൻ ചെയ്ത് സക്സസ് ആയത്, രാവിലെ തന്നെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനോടൊപ്പം ലഞ്ചും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സ്കൂളിലെ കുട്ടികൾ പോകുന്നതിന് മുന്നേ ആയിട്ട് അടുക്കളയിൽ നിന്ന് കയറാൻ പറ്റും. അതൊരു നല്ല ബെസ്റ്റ് പ്ലാനിങ് ആണ്. പിന്നെ നമ്മുടെ ക്ലീനിങ് നമ്മൾ ഇപ്പൊ തലേത്തെ ദിവസം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും സമയം പ്ലാൻ ചെയ്ത് ലാഭിക്കാൻ പറ്റും. എന്നാലും സമയം വേണ്ടി വരും, അത് കുറച്ചുകൂടി നമുക്ക് എളുപ്പമുള്ളതുപോലെ തോന്നും, കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നതായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ റസ്മിന പറഞ്ഞത് കേട്ടില്ല എല്ലാവരും? അതൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. ഫ്രീ ടൈം കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് എടുക്കും, ഫ്രീ ടൈം ഇങ്ങോട്ട് എടുക്കും. ഫ്രീ ടൈം കിട്ടിയില്ലെങ്കിലും ഫ്രീ ടൈം ഇങ്ങനെ എടുക്കും. ഓക്കെ, ഈ ഫ്രീ ടൈം കിട്ടുമ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നേ? യൂട്യൂബിലെ റീൽസ് കാണും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലെ? റീല് കണ്ട് സമയം കളയുക. ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങുക. ആ സമയം കൊണ്ട് ഒരു ബുക്കിരുന്ന് വായിക്കുക. മൊത്തം ഞാൻ വായിച്ചു തീർക്കും എന്ന് വിചാരിക്കരുത്. 2 പേജസോ 3 പേജസോ ഒക്കെ വായിച്ചു തീർക്കാനായിട്ട് നോക്കും. നല്ലതല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമല്ലോ. ഒന്നില്ലെങ്കിൽ നമുക്ക് പിള്ളേരോട് പറയാമെങ്കിൽ ഇങ്ങനെ ഒരു കഥ വായിച്ചു, അല്ലെങ്കിൽ ഈ ഒരു ഇതിലൊരു കാര്യമുണ്ട്, പിള്ളേരോടെങ്കിലും പറയാലോ. ഈ റീല് കണ്ടിട്ട് എന്തിനാ, അല്ലേ?
ബുക്ക് ഇവിടെ ഉണ്ട് മക്കള് പോയത് ഒരു കാര്യമില്ല. ഇത് കാണുമ്പോ തോന്നും ഇത് വായിക്കണം ബുക്ക് കാണുമ്പോ തോന്നും. പക്ഷെ ഫ്രീ ടൈം കിട്ടുമ്പോ അതിന്റെ ഒരു ഓർക്കില്ല. ഫോണിന്റെ കാര്യം മാത്രമേ ഓർക്കുള്ളൂ. അതാണ് പറ്റുന്നത്. അല്ല, ഫോണിൽ നമ്മൾ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും നോക്കാൻ എടുത്തായിരിക്കും. പിന്നെ അതുവഴി ഏതെങ്കിലും ഒരു മെസ്സേജ് ഇൻസ്റ്റഗ്രാമിലേക്കുള്ള ഒരു ലിങ്ക് ആയിരിക്കും. അപ്പൊ ആ ലിങ്കിൽ കയറും. ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫോണ് മറ്റേ കൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എത്ര സമയം പോയതെന്ന് മനസ്സിലാവില്ല. അതെ, അതൊരു ഇങ്ങനെ ഞോണ്ടിയിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ആ മാറ്റമൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് നിർത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഭാവിയിലെ ടീച്ചർമാരാവേണ്ടതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, കാണേണ്ടതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, കാണാം. പക്ഷെ നമ്മുടെ സമയം അതിനു വേണ്ടി ഇങ്ങനെ നീക്കി വെക്കരുത്, അല്ലെങ്കിൽ അത് വെറുതെയാണ്. ഇല്ല മാം, അതിനായിട്ട് ടൈമൊന്നും നമുക്കില്ല. ഭയങ്കര ബിസി തന്നെയാണ്. പക്ഷെ കിട്ടുന്ന ഒരു ചെറിയൊരു സമയം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പോകുന്ന പറയും. ഇപ്പൊ എല്ലാരുടെ കയ്യിലും ഫോണല്ലേ, അതില്ലാതായിരിക്കും പറ്റില്ല. അതിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ റീൽസ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല, അത് കണ്ടിട്ടൊന്നും കിട്ടാനില്ല. നല്ല ബോധമുണ്ട്, അതിനെപ്പറ്റി നല്ല ബോധമുണ്ട്. എങ്കിലും ഇതിങ്ങനെ പോകുന്നു എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. പ്ലാനിങ് എന്താണ്, അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. മാം, ഞാന് മറ്റേ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ്. ഒന്ന് കാണിക്കാമോ, പ്രസന്റ് ചെയ്യാമോ? ഞാന് എന്റെ തന്നെ സ്കൂളാണ് വരച്ചത്. ഒരു ചെറിയൊരു ഭാഗം, ഫുള്ളായിട്ടില്ല. ഞങ്ങക്ക് 4 ഗ്രൗണ്ടും 4 സൈഡും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വരയ്ക്കാനുള്ള കഴിവൊന്നുമില്ല. എന്നാലും പ്രസന്റ് ചെയ്തോളൂ. ഒന്ന് പിൻ ചെയ്യട്ടെ. ഓക്കെ, നല്ലതാണല്ലോ. ഇത് ഹയർ സെക്കൻഡറി സ്കൂളാണോ? ഞാൻ ഫസ്റ്റ് പഠിച്ചത് ഇതിലാണ്, ഹയർ പ്രൈമറി സ്കൂളിലായിരുന്നു. പിന്നെ ഇപ്പുറത്ത് ഞങ്ങക്ക് 3 കോൺഗ്രിഗേഷൻസാ. ഹോളി ഏഞ്ചൽസും സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പിന്നെ സെന്റ് ജോസഫ്സ്. അപ്പൊ 1 to 7 വരെ ഹോളി ഏഞ്ചൽസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ സെന്റ് ജോസഫ്സിലേക്ക് വരാം. അങ്ങനെ. എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.